നമസ്കാരം. ഗുഡ് ഹെൽത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ ചിത്ര ആർ ആണ്, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, അമൃത ഹോസ്പിറ്റൽ. പ്രസവ സമയത്തുള്ള വേദന നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ്. സോ അതിന്റെ കാഠിന്യം എന്താണ്, എന്തൊക്കെ മാർഗങ്ങളിൽ നമുക്കത് കുറയ്ക്കാം എന്നുള്ള വിഷയത്തിൽ നമ്മളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാം ആണ്. നമസ്കാരം ഡോക്ടർ. നമ്മൾ പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് സുഖപ്രസവം എന്നുള്ളത്. അതിന്റെ അർത്ഥം വേദനയില്ലാതെ പ്രസവിക്കുക എന്നുള്ളതാണോ? അത് ആക്ച്വലി അതെന്താണ്? നമുക്ക് ഗർഭപാത്രത്തിലെ കുഞ്ഞിൻ്റെ വളർച്ച പൂർത്തിയാകുന്നത് ഏതാണ്ട് 37 ആഴ്ചയാകുമ്പോഴാണ്. അതിനുശേഷം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഈ ഗർഭപാത്രത്തിൻ്റെ സങ്കോച വികാസ പ്രക്രിയ മുഖാന്തരം നാച്ചുറൽ ബർത്ത് കനാൽ, അതായത് യോനി മുഖാന്തരം കുഞ്ഞ് വെളിയിലോട്ട് വരുന്നതാണ് സുഖപ്രസവം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പേര് പറയുന്ന പോലെ പലർക്കും അതൊരു സുഖകരമായ അനുഭവം ആകണമെന്നില്ല. അതിന് പ്രധാന കാരണം അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന അസഹനീയമായ അതികഠിനമായ വേദനയാണ്. പൊതുവേ ഇതിന്റെ വേദനയെ പറ്റി പറയുമ്പോൾ ഏകദേശം 51 എല്ലുകൾ മുറുങ്ങുന്ന വേദന എന്നുള്ളതാണ്. അപ്പൊ എത്ര എക്സ്ട്രീമിറ്റിയിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും? അത് ഓരോരുത്തരുടെയും സഹനശക്തി അനുസരിച്ച് വ്യത്യാസമുണ്ടായിരിക്കും. ചിലർ വളരെ ചെറിയ പെയിനാണെങ്കിൽ പോലും വളരെ കൂടുതലായിട്ടത് കാണിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. വളരെ ചെറിയ പെയിൻ, കൂടിയ പെയിനാണ് വളരെയധികം സഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. എന്നിരുന്നാലും ഒരു പെയിൻ സ്കെയിൽ, അതായത് വേദന മാപിനി നോക്കുകയാണെങ്കിൽ ഒരു 10 പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 8ാമത്തെ ഘട്ടത്തിൽ നിൽക്കുന്നതാണ് ഈ ഒരു പ്രസവ വേദന എന്നാണ് പറയപ്പെടുന്നത്. അനസ്തീഷ്യ കൊടുക്കാതെ നമുക്ക് കയ്യോ കാലോ മുറിച്ച് കളയുകയാണെങ്കിൽ എത്രത്തോളം പെയിൻ ഉണ്ടാകുമോ അതായിരിക്കും ഇതിന് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു ആദ്യത്തെ പ്രസവത്തിലുള്ള ഒരാൾക്ക് അത് 8 മുതൽ 10 മണിക്കൂർ വരെയും പെയിൻ ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട്. അതെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള പെയിൻ ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് ഇൻ ദ സെൻസ് ഒന്നോ രണ്ടോ പ്രാവശ്യം അത് കൂടിയും കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ തുടർന്നുള്ള പ്രസവങ്ങൾക്കാണെങ്കിൽ അതൊരു 4 മുതൽ 6 മണിക്കൂർ വരെ ഉണ്ടായിരിക്കും. പൊതുവേ നമ്മൾ സിസേറിയൻ പെയിൻ ഇല്ല എന്ന് പറയും. പക്ഷെ പലരും നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് മാത്രം ലാസ്റ്റ് ആണല്ലോ സിസേറിയൻ ഓപ്റ്റ് ചെയ്യുക. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? ഓപ്പറേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഒരു 2-3 മണിക്കൂറിൻ്റെ ഫുൾ അനസ്തീഷ്യ എടുത്ത് ഒട്ടും പെയിൻ അറിയാതെ തന്നെയാണ് സിസേറിയൻ സെക്ഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് റിക്കവർ ചെയ്ത് വരുന്ന സമയത്തായിരിക്കും അതിൻ്റെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. അതുകൂടാതെ തന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്ക് സ്വയമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതിരിക്കുകയോ പരസഹായത്തോടെ എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അപ്പം സാധാരണ പ്രസവത്തിനായിട്ട് പലരും ആവശ്യപ്പെടുന്നതും ഡോക്ടർമാർ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും എന്നുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സുഖപ്രസവം കഴിഞ്ഞാൽ മറ്റ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ സ്വയമായിട്ട് തന്നെ പരസഹായമില്ലാതെ അവർക്ക് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഓപ്പറേഷൻ സംബന്ധിച്ചിട്ടുണ്ടാകുന്ന പെയിൻ, അതുപോലെ അണുബാധ, രക്തസ്രാവം, ഇതെല്ലാം സാധാരണ പ്രസവത്തിന് വളരെ കുറവായിരിക്കും. അതുകൂടാതെ തന്നെ പിന്നീടുള്ള പ്രസവങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. കാരണം ആ ഒരു ഗർഭപാത്രത്തിലൊരു മുറിവുണ്ട്. ആ ഒരു സ്ഥലങ്ങളിൽ മറുപിള്ള വന്ന് ഒട്ടിപ്പിടിക്കാനും അതുകൂടാതെ തന്നെ വയറിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് കളക്ഷനോ പെയിനോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഓപ്പറേഷൻ വളരെ പെട്ടെന്ന് പെയിൻലെസ് ആയിട്ട് തീരുമെന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലുള്ളത്. അപ്പം ഹോസ്പിറ്റൽ അഡ്മിഷനും പോലും സിസേറിയൻ സെക്ഷന് കൂടുതലായിരിക്കും. അപ്പോൾ നോർമൽ സാധാരണ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടാൻ സാധിക്കും. ഇതൊക്കെയാണ് നോർമൽ ഡെലിവറിക്ക് സാധാരണ പ്രസവത്തിനായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് കാരണം. ഇപ്പൊ പൊതുവെ വേദന മാത്രമാണോ ഒരു മാനദണ്ഡം ആളുകൾ സിസേറിയൻ വേണമെന്ന് പറയാൻ വേണ്ടിയിട്ട്? വേദന മാത്രം ഇപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ. കാരണം ഒരുപാട് ആൾക്കാർക്കും ഒരു പണ്ടത്തെ പോലെയല്ല, എല്ലാവരും പ്രഗ്നൻസി ആകുന്ന ഒരു അസുഖമായിട്ടാണ് കണക്കാക്കുന്നത്. പണ്ട് പ്രഗ്നൻസി ആണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള എല്ലാത്തരം കാഠിന്യമേറിയ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് തന്നെ പേശികൾക്കൊരു അയവുണ്ടാകാനും സാധാരണ പ്രസവം വളരെ എളുപ്പത്തിൽ നടക്കാനും ഒക്കെ സഹായിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു ചെറിയ കുട്ടികളെ വഴക്ക് പറഞ്ഞാൽ പോലും അവർക്കത് താങ്ങാനുള്ള കഴിവില്ല. അപ്പം അത് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ വേദനയിലും സഹിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പം നല്ലൊരു കാരണം ഇതിനെക്കുറിച്ചുള്ള അജ്ഞത, അറിവില്ലായ്മയായിരിക്കും. അതുകൂടാതെ തന്നെ ഈ വേദന സാധാരണ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പ്രസവ സമയത്ത് ഉണ്ടാകുന്ന വേദനയല്ലാതെ പ്രസവത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് കാരണം കുട്ടിയുടെ വലിപ്പം കൂടുകയോ പൊസിഷൻ മാറിക്കിടക്കുകയോ കാരണം സാധാരണയിൽ കവിഞ്ഞിട്ടും വേദന ഉണ്ടാകും. നമുക്ക് ഈ വേദന കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ പൊതുവെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡ്യൂറിങ് പ്രഗ്നൻസി?
പണ്ട് ഇതുപോലെ വേദന ഈ പ്രഗ്നൻസിയുടെ ഒരു പാർട്ടായിരുന്നു. അത് ആരും അതിനെക്കുറിച്ചൊരു ബോതർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരും കുറച്ച് ഓവർലി വേദനരഹിതമായ കൺസേൺഡ് ആണ്. കൂടുതലായിട്ട് കൺസേൺഡ് ആണ് അതിനെക്കുറിച്ച്. അപ്പം ധാരാളം മാർഗങ്ങളുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പ്രഗ്നൻസി കുട്ടികൾ OPയിലോട്ട് വരുമ്പോൾ ആൻറ്റിനേറ്റൽ ക്ലിനിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രഗ്നൻസിയുടെ ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിവ് കൊടുക്കുന്ന ചെറിയ ക്ലാസ്സസ് ഉണ്ട്. അപ്പം അതൊരു പ്രഗ്നൻസിയുടെ 3-ാം ഘട്ടം, അതായത് 7-ാം മാസം മുതൽ ഉള്ള ചെക്കപ്പിൽ ഈ ഒരു പ്രഗ്നൻസിക്കുള്ള പ്രസവത്തിനുള്ള പ്രിപ്പറേഷൻ നടത്തണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മളിത് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എപ്പോഴും പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ എപ്പോഴും അച്ഛനും അമ്മയും അങ്ങനെ ഒരുപാട് പേര് എപ്പോഴും കൂടെ കാണും. ഡെലിവറി ആ സമയത്തേക്ക് ലേബർ റൂമിലേക്ക് ഒറ്റയ്ക്കായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി തന്നെ ഈ ഒരു വേദന ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് അറിയാൻ ഒരു കാരണമാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പലരെയും വീട്ടുകാരെ ആരെങ്കിലും, അത് സുഹൃത്തിനെയോ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ പാരൻസിനെ ആരെങ്കിലും പ്രഗ്നൻസിയുടെ അവസാന ഘട്ടം വരെ, ഡെലിവറിയുടെ അവസാന ഘട്ടം വരെ കൂടെ നിർത്തും. ചില സ്ഥാപനങ്ങളിൽ, ആശുപത്രികളിൽ പ്രസവത്തിലും അവർ തന്നെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം പെയിൻ കുറയ്ക്കാനും റിസ്കുകൾ കുറയ്ക്കാനും ഉള്ള ഹെൽപ്പ് ഉണ്ട്. നമ്മൾ പിന്നെ ചില മെഡിസിൻസും ഈ പെയിൻ കുറയ്ക്കാൻ വേണ്ടി കൊടുക്കില്ലേ? അതെ. അതിനെ പറ്റി ഒന്ന് കുറച്ച് വിശദീകരിക്കാമോ? അതെ, പലർക്കും മെഡിസിൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും നല്ലൊരു ശതമാനം ആൾക്കാർ. അതെ. കാരണം നമുക്ക് എത്ര കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും അത്രയും ഒരു ഇഫക്റ്റീവായിട്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്ന തരം മെഡിസിൻ എന്ന് പറയുന്നത് കയ്യിൽ കൂടെ കൊടുക്കുന്ന, സാധാരണ നമ്മൾ എടുക്കുന്ന വേദന സംഹാരികൾ, പല്ലുവേദനയ്ക്കോ തലവേദനയ്ക്കോ എടുക്കുന്നതൊന്നും ഇതിനൊട്ടും യോജിക്കുന്നതായിരിക്കില്ല. അതിനെ കൊണ്ടൊന്നും അത് ഉപയോഗമില്ല. അത്രയും സിവിയർ ആയിട്ടുള്ളൊരു പെയിനാണ്. അപ്പോൾ അതിന് ഒരു വലിയ ഗുണമില്ല. അപ്പം യൂഷ്വലി ഉപയോഗിക്കുന്ന മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പിയോയിഡ് എന്ന കാറ്റഗറിയിൽ മെഡിസിൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് മിസ്യൂസ് ചെയ്യാനുള്ളതും ഈ ലഹരിക്ക് അടിമപ്പെടുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിൻ ആണെങ്കിൽ പോലും അതിൻ്റെ നേരത്തെ ഡോസിൽ യൂസ് ചെയ്യുമ്പോൾ വേദന സംഹാരിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു പ്രോബ്ലം ഉള്ളത് അതിനെ വളരെ സൂക്ഷിച്ചെടുത്ത് വെക്കാനും അതിന് ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ട്. അതായത് അമ്മയ്ക്ക് കുറച്ച് തളർച്ചയുണ്ടാകാനും ശ്വാസതടസ്സങ്ങൾ ഉണ്ടാകാനും ശരീരത്തിൽ വോമിറ്റിങ്, അതുപോലെ ചെറിയ തലകറക്കം ഉണ്ടാകുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ സിംറ്റംസ് ഉണ്ടാകാം. ഇത് തന്നെ കുട്ടിക്ക് മറുപിള്ള വഴി കുട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോകാം. അങ്ങനെ കുഞ്ഞിൻ്റെ എത്തുകയാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് ശ്വാസം എടുക്കില്ല. അപ്പം പലപ്പോഴും ഒരു സപ്പോർട്ട് വേണ്ടി വരാൻ മറുമരുന്ന് ഉപയോഗിക്കേണ്ട ഘട്ടങ്ങൾ വരാറുണ്ട്. അപ്പം ഇതൊരു വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓപ്പിയോയിഡ് മെഡിസിൻസ്. പക്ഷേ ഇതിനേക്കാളും നല്ല മാർഗങ്ങൾ അവൈലബിൾ ആയതുകൊണ്ട് പിന്നെ ഇതൊരു നല്ല കംപ്ലീറ്റ് പെയിൻ റിലീഫ് ഒരിക്കലും കിട്ടില്ല. ഒരു 60% പെയിൻ കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതല്ലാതെ കംപ്ലീറ്റ് പെയിൻ റിലീഫ് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് ദീർഘകാലം ലാസ്റ്റ് ചെയ്യോ അതോ കുറച്ച് സമയത്തേക്ക് മാത്രം? ഇത് സാധാരണ നമ്മൾ കയ്യിൽ കൂടെയുള്ള ചെറിയ സൂചി വെച്ചിട്ടാണ് ഇത് അകത്തോട്ട് ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ ഇടവിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കാൻ ഡെലിവറി ആകുന്നത് വരെയുള്ള സമയത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ പല പ്രാവശ്യം കൊടുക്കേണ്ടി വന്നാൽ ഇത് ശരീരത്തിൽ കെട്ടിക്കിടക്കാനും നേരത്തെ പറഞ്ഞ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സിസേറിയൻ നോർമൽ ഡെലിവറി ഒക്കെ പറഞ്ഞു, അതിൻ്റെ കൂടുതൽ ഞാൻ പലപ്പോഴും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് വെള്ളത്തിൽ ഉള്ള പ്രസവം കാര്യങ്ങളൊക്കെ വേദന കുറച്ച് കുറയ്ക്കുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെലിവറീസിനെ പറ്റി ഒന്ന് പറയൂ. പലർക്കും മരുന്നുകൾ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക്, അതിനോട് പേടിയുള്ള ആൾക്കാർക്ക് ചിലതരം മെത്തേഡ്സ് നമുക്ക് നമ്മുടെ ശ്രദ്ധ ആ പെയിനിൽ നിന്ന് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ്സ് ആണ്. അവിടെ കുറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴും ഒരു 40-50% വേദന കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നുള്ളൂ. അത് പലപ്പോഴും പെയിനിൻ്റെ തോത് കുറയുന്നു എന്നുള്ളതല്ലാതെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിലീഫ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് അക്യൂപങ്ക്ചർ പോലെയുള്ള അക്യൂപ്രഷർ, അക്യൂപങ്ക്ചർ, അങ്ങനെയുള്ള ചില പ്രത്യേക ശരീരത്തിൻ്റെ ഏരിയകളെ ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ പെയിൻ കുറയും എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. ഇതൊന്നും ഒരുപാട് സ്റ്റഡീസൊന്നും നടത്തിയിട്ടില്ല. എന്നിരുന്നാലും അത് വളരെ കോമൺ ആയിട്ട്, വളരെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതുമല്ല. അതുപോലെ വാട്ടർ ബെർത്ത് എന്ന് കേട്ട് കാണും. അതെ അതെ അതെ, വാട്ടർ ബെർത്തും ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചെറിയ നല്ലതരം കെമിക്കൽസ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനും അതുവഴി ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുന്നത് വഴി പെയിൻ കുറയ്ക്കാനും, അത് ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു
മെത്തേഡ്സ് ആണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ചെറിയ തരം അരോമ തെറാപ്പി എന്ന് പറയും. ചെറിയ ഒരു ലാവൻഡർ പോലെയുള്ള അതിൻ്റെയൊക്കെ മണം സ്മെല്ല് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ബ്രെയിനിൻ്റെ ഒരു പോസിറ്റീവ് കെമിക്കൽസിനെ ഉത്തേജിപ്പിച്ച് വേദന അറിയുന്ന ആ ഒരു ഘട്ടം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. അങ്ങനെ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നതല്ല. പേഷ്യൻറ്റിന് തന്നെ വളരെയധികം മോട്ടിവേഷൻ വേണം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതിന് പ്രത്യേകിച്ച് അറിവുള്ള ആൾക്കാരും കൂടെ ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് കേരളത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഏതിലെങ്കിലുമൊക്കെ ഒന്ന് കേരളത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് എവിടെ? വാട്ടർ ബർത്ത് 1-2 സെൻറ്റേഴ്സിൽ യൂസ് ചെയ്തതായിട്ട് അറിവുണ്ട്. അതുപോലെ അക്യൂപങ്ചർ എന്നുള്ളതൊക്കെ വേദന സംഹാരിയായിട്ട് ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വൈഡായിട്ട് അത് യൂസ് ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻ കില്ലിംഗ് മെത്തേഡ് അല്ലെങ്കിൽ പെയിൻ കുറയ്ക്കാനുള്ള മെത്തേഡ് ഏതാ? ഈ ഒരു പാർശ്വഫലങ്ങളില്ലാത്തതാണ് മേൽപ്പറഞ്ഞ അക്യൂപ്രഷർ, വാട്ടർ ബർത്ത് എന്നല്ല. അതിൻ്റെതായ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ ഇതൊന്ന് മാറി ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത് ന്യൂറാക്സിയൽ അനസ്തീഷ്യ എന്ന് പറയുന്നതാണ്. അതായത് ഗർഭപാത്രത്തിൽ ചില ആ വേദന സംവേദനം ചെയ്യുന്ന നാഡികൾ അത് നേരെ സുഷുമ്നാ നാഡിയിലേക്കാണ് എത്തുന്നത്. അവിടെ നിന്ന് അത് പതുക്കെ ബ്രെയിനിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ബ്രെയിനിലെ ചില ഏരിയാസാണ് നമുക്ക് ഈ വേദന അറിയാനും അറിയാതിരിക്കാനുമുള്ള സെൻറ്റേഴ്സാണ്. അപ്പോൾ ഈ ഒരു പാത്വേ, അതായത് ഈ ഗർഭപാത്രത്തിൽ നിന്ന് സുഷുമ്നാ നാഡി വഴി ബ്രെയിനിലേക്കുള്ള ആ ഒരു സംവേദനം ഇല്ലാതാക്കാൻ, മരവിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് പെയിൻ റിലീഫാണ് ഈ ന്യൂറാക്സിയൽ അനസ്തീഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സുഷുമ്നാ നാഡിക്ക് തന്നെ 3-4 ആവരണങ്ങളുണ്ട്. അതിനിടയിൽ ചെറിയ ചെറിയ സ്പേസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിലേക്ക് ചെറിയ നീഡിൽ കടത്തി വിടുകയും അതിലേക്ക് മരുന്നുകൾ എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഭാഗത്തുകൂടെ കടന്നു പോകുന്ന ഗർഭപാത്രത്തിലേക്കുള്ള ഞരമ്പുകൾ മരവിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കംപ്ലീറ്റ് പെയിൻ റിലീഫായിരിക്കും ഉണ്ടാകുന്നത്. അത് പല ഏത് ലെവലിലാണ് അത് എടുക്കുന്നതെന്ന് വെച്ചാൽ പല രീതിയിലുള്ള ന്യൂറാക്സിയൽ അനസ്തീഷ്യ ഉണ്ടെങ്കിലും എപ്പിഡ്യൂറൽ എന്ന് പറയുന്ന ഒരു അനസ്തീഷ്യയാണ് അനാൽജസിയ. അനസ്തീഷ്യ അല്ല, അനാൽജസിയ, അതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ ഇത് സുഷുമ്നാ നാഡിയുടെ വെളിയിലുള്ള ഒരു ചെറിയ സ്പേസ്, അങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. എപ്പിഡ്യൂറൽ എന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ, അതെങ്ങനെ കൊടുക്കണമെന്നൊന്ന് വിശദീകരിക്കാം. എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറയുന്നത് നട്ടലിൻ്റെ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് സുഷുമ്നാ നാഡി അവസാനിക്കുന്നതിനും താഴെയായിട്ട് ഉള്ള സ്പേസുകളിലേക്ക് ചെറിയ നീഡിൽ കടത്തിവിട്ട് അവിടെ മരുന്ന് കൊടുക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് പേഷ്യൻറ്റിനെ ഇരുത്തിയിട്ടാണെങ്കിലും കിടത്തിയിട്ടാണെങ്കിലും കൊടുക്കാവുന്നതാണ്. അതിനൊരു പ്രത്യേക ഒരു ഇതെന്ന് വെച്ചാൽ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനസ്തെറ്റിസ്റ്റ് മാത്രമേ അത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ സെൻറ്റേഴ്സിലും അത് ഉണ്ടാകണമെന്നില്ല. അതാണ് വളരെ വൈഡായിട്ട് അത് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാതിരിക്കുന്നതിന് കാരണം. പക്ഷേ റീസെൻ്റ്ലി മിക്കവാറും ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ നീഡിലകത്തേക്ക് വെക്കുകയും അതിൽ കൂടെ ചെറിയൊരു കാത്തീറ്റർ എപ്പിഡ്യൂറൽ സ്പേസിലോട്ട് കടത്തി വിടുകയും ചെയ്യും. എന്നിട്ട് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെയുള്ള ഓപ്പിയോഡ് വിഭാഗത്തിലുള്ള സേഫറായിട്ടുള്ള മെഡിസിൻസ് വളരെ നേർപ്പിച്ചതിന് ശേഷം കൈയൊക്കെ നമ്മൾ സ്യൂച്ചേഴ്സൊക്കെ ഇടുമ്പോൾ, തുന്നലുകളൊക്കെ ഇടുമ്പം യൂസ് ചെയ്യുന്ന തരിപ്പിക്കുന്ന മരുന്ന്, അപ്പോൾ ഇതിൻ്റെ ന്യൂവർ വെർഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ട് വളരെ ചെറിയ ഡോസസ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. 5-6 ml വീതം കൊടുത്തതിന് ശേഷം അമ്മയെയും കുഞ്ഞിൻ്റെയും ഹാർട്ട് ബീറ്റിനുള്ള വ്യതിയാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷറിന് വേരിയേഷൻസ് ഉണ്ടോ, ഇതെല്ലാം വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 20ഓളം മിനിറ്റ് എടുക്കും അത് ആദ്യത്തെ ഒരു പെയിനുള്ള റിലീഫ് ശമനം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി. അതിനുശേഷം ഒരു 1.5 മണിക്കൂറോളം, ഇപ്പോൾ ആദ്യത്തെ ഒരു പെയിനിന് ശമനം ഉണ്ടെന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂറിന് ശേഷം മിക്കവാറും അതിൻ്റെ ഇഫക്റ്റ് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ 1.5-2 മണിക്കൂറിന് ശേഷം ആ പേഷ്യൻ്റ് എപ്പോഴാണോ പെയിൻ അറിയുന്നത് ആ സമയത്ത് വീണ്ടും കൊടുക്കും. അപ്പോൾ പ്രഗ്നൻസിയുടെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിൽ, ഡെലിവറിയുടെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിൽ അതെടുക്കാം. എപ്പോഴാണോ ആ പേഷ്യൻറ്റിന് പെയിൻ വളരെ സഹിക്കാൻ വയ്യാതെ ഇത് ആവശ്യപ്പെടുന്നത് ആ സമയത്താണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നട്ടലിനല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻസിന് എന്തെങ്കിലും നടുവേദന അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു ചെറിയ സർജിക്കൽ പ്രൊസീജിയർ എന്ന് തന്നെ പറയാം. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന ചെറിയ നടുവേദനയും അല്ലെങ്കിൽ പ്രസവ സംബന്ധമായിട്ട് തന്നെ പലപ്പോഴും നടുവേദനയൊക്കെ ഉണ്ടാകും. ആദ്യത്തെ ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടായേക്കാം, വളരെ അപൂർവമായിട്ട്.
പക്ഷേ അതൊരു വളരെ ലോങ് ടേം ആയിട്ട് ഒരു ബാക്ക് പെയിൻ ഉണ്ട്. അത് വളരെ കൂടിയൊരു സംശയമാണ് പലർക്കും. എപ്പിഡ്യൂറൽ അനസ്തീഷ്യ നട്ടെല്ല് ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പം ഇത് എന്നും ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ളൊരു കാരണമാണോ എന്ന് ചോദിക്കും. അതൊരിക്കലും അങ്ങനെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ബാക്ക് പെയിനുള്ള കാരണമല്ല. ഈ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോഴേ പ്രസവത്തിന്റെ ഡ്യൂറേഷൻ കൂടുമോ അപ്പോൾ? സാധാരണ പ്രസവം എന്ന് പറയുന്നത് 2-3 ഘട്ടങ്ങളിലായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ്. ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ തിക്നെസ് കുറയുക, അതിനുശേഷം ശരിയായ പ്രസവവേദന വന്ന് ഗർഭപാത്രം വികസിച്ച് വരിക എന്നുള്ളത്. അപ്പം ഈ തിക്നെസ് കുറയുന്ന സമയവും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അതായത് ചിലപ്പോൾ 1-2 ദിവസങ്ങൾ എടുക്കാം. അതിനെയാണ് ലേറ്റൻറ്റ് ഫേസ് എന്ന് പറയും. പിന്നെ നല്ല പെയിൻ വന്നതിന് ശേഷം, അതായത് നല്ല പെയിൻ നമ്മൾ സാധാരണ പറയുന്നത് ഒരു 10 മിനിറ്റ് നോക്കുമ്പോൾ ഒരു 3-4 പ്രാവശ്യം പേഷ്യൻറ്റിന് പെയിൻ വന്നു പോവുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിലാണ് ശരിയായ പ്രസവവേദന തുടങ്ങിയെന്ന് പറയുന്നത്. ആ സമയമാകുമ്പോഴത്തേനും ഗർഭപാത്രത്തിൻ്റെ മുഖം, സെർവിക്സ് എന്ന് പറയുന്ന പാർട്ട് ഒരു 3-4 സെൻറ്റിമീറ്റർ വികസിച്ചിട്ടുണ്ടായിരിക്കും. അതിനെയാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരു 3-4 സെൻറ്റിമീറ്റർ എപ്പോഴാണോ സെർവിക്സ് വികസിക്കുന്നത് അത് മുതൽ 10 സെൻറ്റിമീറ്റർ വികസിക്കുന്ന വരെയുള്ള സമയത്തിനെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സമയം ഏതാണ്ട് 4-5 മണിക്കൂർ, ചിലപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 8-10 മണിക്കൂർ വരെ എടുക്കാം. അത് കുട്ടിയുടെ പൊസിഷൻ അനുസരിച്ചിട്ടും കുട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെ സങ്കോചത്തിൻ്റെ ശക്തി അനുസരിച്ചും നമുക്ക് ഇടുപ്പലിൻ്റെ വികാസം അനുസരിച്ച് പല കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ആ ഒരു പ്രക്രിയ നിൽക്കുന്നത്. 10 സെൻറ്റിമീറ്ററോളം ഗർഭപാത്രം മുഴുവനായും ഓപ്പൺ ആയതിന് ശേഷമാണ് കുഞ്ഞ് മുകളിൽ നിന്ന് താഴോട്ട് ഇടുപ്പല് വഴി താഴോട്ട് ഇറങ്ങി വരുന്നത്. ആ ഒരു ഇറക്കത്തിന് യൂഷ്വലി 1 മണിക്കൂറോളമാണ് സമയമെടുക്കാറ്. പക്ഷേ എപ്പിഡ്യൂറൽ അനസ്തീസിയ എടുക്കുന്ന ഒരാൾക്ക് ഇത് ആദ്യത്തെ ഘട്ടം പെയിൻ കംപ്ലീറ്റ്ലി ഇല്ലാതാകുന്നത് കാരണം കുറച്ച് നെഗറ്റീവ് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് കംപ്ലീറ്റ്ലി ഇല്ലാതാകും. അപ്പം ഒരു കുറച്ച് നോർമൽ സമയത്ത് തന്നെ പ്രസവിക്കാനോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ തന്നെ പ്രസവിക്കാനോ ഉള്ള സാധ്യതയാണ് ആദ്യത്തെ ഘട്ടത്തിലുണ്ടാകുന്നത്. പക്ഷേ രണ്ടാം ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പം ആ ഒരു അമ്മ പുഷ് ചെയ്യുക എന്ന് പറയും, അതായത് മുക്കിയാണ് കുഞ്ഞിനെ പുറത്തെടുത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്കെലിറ്റൽ മസിലിൻ്റെ സ്ട്രെങ്ത് ചിലപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരിക്കാം. അപ്പോൾ അതിനുള്ള ഒരു താമസം ഒരു 20 മിനിറ്റോളം ഉള്ള താമസം ഉണ്ടായേക്കാം. പക്ഷേ അമ്മയുടെയും കുഞ്ഞിൻ്റെയും സ്ഥിതി വളരെ നോർമലാണ്. ഒരു കംപ്ലീറ്റ് യൂട്രസ് എല്ലാം വികസിച്ചിരിക്കുമ്പോൾ ഹാർട്ട് ബീറ്റിനൊന്നും വേരിയേഷൻ ഇല്ല, അമ്മയുടെ ടിപിയും പൾസും എല്ലാം നോർമലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എപ്പിഡ്യൂറൽ എടുത്ത ആൾക്കാർക്ക് ഒരു എക്സ്ട്രാ 1-1.5 മണിക്കൂറോളം വീണ്ടും അവൻ്റെ നോർമൽ ഡെലിവറിക്ക് സാധ്യതയ്ക്ക് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം സാധാരണഗതിയിൽ അത് സെക്കൻഡ് സ്റ്റേജിൻ്റെ, രണ്ടാം സ്റ്റേജിൻ്റെ ഒരു ദൈർഘ്യം ചെറുതായിട്ട് കൂട്ടാമെങ്കിലും അത് അമ്മയ്ക്കോ കുട്ടിക്കോ ഒരു നെഗറ്റീവായിട്ട് പ്രോബ്ലമായിട്ട് ബാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുഞ്ഞിനെ വലിച്ചെടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതേ ഒരു കാരണം കൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിൽ അമ്മ പുഷിങ് കുറയുന്നത് കാരണം അങ്ങനെ ഉണ്ടാകാം നമുക്കൊരു തോന്നലുണ്ടാകുകയാണെങ്കിലും പുതിയ പഠനങ്ങൾ പൊതുവെ കാണിക്കുന്നത് അങ്ങനെ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് ഡെലിവറി ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് എപ്പിഡ്യൂറൽ എടുത്ത ആൾക്കാർക്ക് കുറച്ച് സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമാണ്, ചില മരുന്നുകൾ നമുക്ക് ഒരാൾക്കും ചിലർക്ക് കൊടുക്കാൻ പറ്റത്തേ ഇല്ലല്ലോ. അപ്പോൾ ഈ എപ്പിഡ്യൂറൽ അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടോ? ഒട്ടും നമ്മളത് ഓപ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നത് യൂഷ്വലി ഏതെങ്കിലും ഡ്രഗ്സിനോട്, ഈ പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രഗ്സ്, അനസ്തേഷ്യ ഡ്രഗ്സിനോട് എന്തെങ്കിലും നോൺ ആയിട്ട് അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മളത് എടുക്കില്ല. അത് കൂടാതെ തന്നെ നമുക്ക് ആ ഇഞ്ചെക്ഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്കിന്നിന് ഇൻഫെക്ഷൻ ഉണ്ടാകുക, അമ്മയ്ക്ക് മൊത്തമായി ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ നട്ടലിന് പ്രത്യേകിച്ച് വളവുകളോ അല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കൽ ഡിഫിക്കൽറ്റി അതുണ്ടാകുക, അങ്ങനെയുള്ള ചില കേസസിലും അതുപോലെ രക്തം കട്ടയാകാതിരിക്കുന്ന ചെറിയ കണ്ടീഷൻസ് ഉണ്ട്. അത് പ്രസവ സംബന്ധമായിരിക്കാം, അതല്ലെങ്കിൽ മെഡിക്കലായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ, പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവുകളോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആൾക്കാർക്ക് യൂഷ്വലി ഈ ഒരു പ്രൊസീജിയർ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് പതിവ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രക്തക്കുഴലിലേക്കൊക്കെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അത് ബ്ലഡ് ക്ലോട്ടായിട്ട് സ്പൈനൽ കനാലിലുണ്ടാകാം. അത് ആ ഒരു രക്തക്കട്ട ഈ സുഷുമ്നാ നാഡീനെ കംപ്രസ് ചെയ്യാനും അതുപോലെ തന്നെ കയ്യിനും കാലിനുള്ള വീക്ക്നെസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള
ആൾക്കാർക്ക് അത് എടുക്കാൻ പറ്റാത്തതുള്ളൂ. യൂഷ്വലി അത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ എപ്പിഡ്യൂറൽ അനാൽജസിക്. കുഞ്ഞിന് ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? നേരത്തെ പറഞ്ഞ പോലെയുള്ള ജനറൽ കയ്യിൽ കൂടെ കൊടുക്കുന്ന ഒപ്പിയോയിഡ് അനാൽജസിക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അതെ. മറുവെള്ള വഴി അത് കുഞ്ഞിന് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഇത് വളരെ സേഫ് ആയിട്ടുള്ള മെഡിസിൻസ്, വളരെ നേർപ്പിച്ച അളവിലാണ്. അത് നട്ടലിൻ്റെ ഡയറക്റ്റ്ലി കുഞ്ഞിൻ്റെ രക്തത്തിൽ കലരുന്ന രീതിയിലല്ല കൊടുക്കുന്നത്. അത് പ്ലാസൻ്റ വഴി കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വളരെ സാധ്യത കുറവാണ്. പക്ഷെ ഡെലിവറി ആകുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ ഇടുന്ന സമയത്ത് തന്നെ അമ്മയ്ക്ക് കുറച്ച് ബ്ലഡ് പ്രഷറിന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് ചെറുതായിട്ട് ഹാർട്ട് ബീറ്റിന് ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടായെങ്കിലും അത് കുഞ്ഞിനെ ഒരു പ്രോബ്ലമായിട്ട് ബാധിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വരുമോ അങ്ങനെയൊന്നും കാണാറില്ല. അതുകൊണ്ട് കുഞ്ഞിനെ സംബന്ധിച്ച് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എപ്പിഡ്യൂറൽ. നമുക്കിതൊന്നും യൂസ് ചെയ്യാതെ ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ കമ്പാരിറ്റീവ്ലി കുറച്ച് വേദന കുറവുണ്ടാവും? നമുക്ക് ഇതുപോലെ ആൻറ്റിനേറ്റൽ ക്ലിനിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രസവത്തിൻ്റെ പ്രക്രിയയെക്കുറിച്ചുള്ള അജ്ഞതയാണ് പലപ്പോഴും വേദന ഉണ്ടാകുന്നത്. അതുകൂടാതെ തന്നെ പലരുടെയും നിന്നും അറിവുകൾ സമ്പാദിച്ചു കാണും എത്രത്തോളം വേദന ഉണ്ടെന്ന്. ഇതെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭയമായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആൻറ്റിനേറ്റൽ ക്ലാസ്സസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനുശേഷം പിന്നെ ചെറിയ ബ്രീത്തിങ് എക്സസൈസസും ചെറുതായിട്ട് ചെറിയ ഓൾറെഡി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പറയും. അപ്പം ഇതെല്ലാം പേശികൾക്കുള്ള ഒരു കനം അല്ലെങ്കിൽ അതിൻ്റെ ലൂസായി വരാനും കുറച്ചുകൂടെ അയവുകൾ കിട്ടാനും ഒക്കെ സഹായിക്കുന്നു. നമ്മളിപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞാലും സിസേറിയൻ കഴിഞ്ഞാലും ഒരു പ്രത്യേക ടൈം ഉണ്ടാവുമല്ലോ നമ്മളുടെ ബോഡി തിരിച്ചൊരു നോർമൽ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അത് ഏകദേശം എത്രയായിരിക്കും രണ്ടിലും? നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി പറഞ്ഞ പോലെ മുറിവുകൾ വളരെ കുറവാണ്. അപ്പം അന്ന് 4-5 മണിക്കൂറിന് ശേഷം പോലും ഇവർക്ക് എഴുന്നേറ്റ് നടന്ന് കുഞ്ഞിനെ എടുക്കാനും കുഞ്ഞിന് പാലൂട്ടാനും അങ്ങനെയുള്ള സ്വയം കാര്യങ്ങളും കുഞ്ഞിൻ്റെ പരിചരണവും എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷേ സിസേറിയൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിക്കവറി ടൈം, അതായത് അനസ്തേഷ്യ റിക്കവറി ചെയ്യുന്നത് തന്നെ 4-5 മണിക്കൂറോളം ഉണ്ടായിരിക്കാം. അതുകൂടാതെ ഇത്രയും പല ലെയേഴ്സ് വയറിൻ്റെ മുറിച്ചതിന് ശേഷമാണ് അത് സിസേറിയനിലേക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പെയിനുകളൊക്കെ കൂടുതലായിട്ട് ഒരു 4-5 ദിവസത്തേക്ക് കൂടുതലായിട്ടുണ്ടാകും. ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന വളരെ വണ്ണമുള്ള ആൾക്കാർ, ഡയബറ്റിസ് ഉള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇൻഫെക്ഷനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പം അതിൻ്റെ റിക്കവറി പീരീഡ് കുറച്ചുകൂടി ലോങ്ങർ ആയിരിക്കാം. പിന്നെ പൂർണ്ണമായിട്ടും ഗർഭപാത്രവും മറ്റ് അവയവങ്ങളും ഒക്കെ നോർമലായിട്ട് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 42 ദിവസം, പ്യൂപ്പേറിയൽ പീരീഡ് എന്നാണ് ആ ഒരു പീരീഡിന് പറയുന്നത്. അപ്പോൾ 42 ദിവസമാണ് ഇതെല്ലാം ബാക്ക് ടു നോർമൽ ആകാനുള്ള ഒരു സമയമെടുക്കുന്നത്. അത് എപ്പിഡ്യൂറൽ എടുത്തത് കൊണ്ട് അതിന് വ്യത്യാസം ഉണ്ടാകണമെന്നൊന്നുമില്ല. അതെല്ലാം നോർമലായിട്ട് തന്നെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം ഏറ്റവും കൂടുതൽ ബോധവൽക്കരണമാണ് അതെ ഈ വേദനയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളതെന്ന് തോന്നുന്നു. അതെ എനിവേസ്, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ടുഡേ.